ഹലോ, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരിലും പല വിധത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരുമല്ല, ചില ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിരുന്നാൽ മതി, പ്രപഞ്ചം അത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തരുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ആഗ്രഹങ്ങൾക്ക് അവസാനം ഇത് നടക്കാതെ വരുമ്പോൾ, ഇത് വർക്കൗട്ട് ആവാണ്ടാവുമ്പോൾ അവർ പറയും തട്ടിപ്പാണ്, ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവർക്ക് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി ഒന്നും അറിയാതെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്കിൻ്റെ ബേസിനെ പറ്റി നമുക്കിന്ന് നോക്കാം. ഈ ലോ ഓഫ് അട്രാക്ഷൻ സത്യവും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ്. നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് തീവ്രമുള്ള ആഗ്രഹമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുൻപിൽ അത് എത്തുക തന്നെ ചെയ്യും. ഈ ലോ ഓഫ് അട്രാക്ഷൻ സത്യമാണെന്ന് പറയാൻ കാരണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾ അർഹനാണെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീവ്രമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് പ്രപഞ്ച സൃഷ്ടി കൊണ്ടുവന്ന് തരും. ഈ ഭൂമിയിൽ കാണുന്ന ഓരോന്നും ഓരോരുത്തരുടെ തലയിൽ ഉദിച്ച ചിന്തകളാണ്. നമ്മളൊരു കാര്യം നിർമ്മിക്കണമെങ്കിൽ അത് ആദ്യം നമ്മുടെ മനസ്സിൽ ഉദിക്കണം. അവരാദ്യം ആഗ്രഹിച്ച് അത് മനസ്സിൽ ഇമേജിൻ ചെയ്ത് വിശ്വസിച്ചാണ് അവരുടെ ആ ചിന്ത ഈ ഭൂമിയിൽ നടപ്പാക്കിയത്. ആഗ്രഹം പ്ലസ് ചിന്ത പ്ലസ് വിശ്വാസം, ഇതെല്ലാം ഒന്നിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം യാഥാർത്ഥ്യമായത്, അല്ലേ? ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇതിന്റെ പവർ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുന്നതിനും അപ്പുറത്താണ്. എന്ത് കാര്യമായാലും ഞാനത് നേടിയെടുക്കും എന്നുള്ള തീവ്രമായ വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുന്നവൻ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഈ പ്രപഞ്ച സൃഷ്ടി അതവന് നേടിക്കൊടുക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, വിശ്വാസമാണ് എല്ലാം. പലർക്കും തെറ്റ് പറ്റുന്നതും ലോ ഓഫ് അട്രാക്ഷൻ നടക്കാതെ പോകുന്നതും ഞാൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ ചിന്ത നടക്കോ ഇല്ലയോ എന്നുള്ളൊരു പേടിയാണ്. ഒരു വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ വിശ്വാസക്കുറവ്, ഇത് പല ആൾക്കാർക്കും ഉള്ളതാണ്. അതായത് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇന്നല്ല ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാവില്ല നടക്കുന്നുണ്ടാവും. പക്ഷെ നമുക്കത് മനസ്സിലാവില്ല, ലോ ഓഫ് അട്രാക്ഷൻ ആണോ അല്ലേ നമുക്ക് മനസ്സിലാവില്ല എന്ന് മാത്രം. നിങ്ങൾ ആ ഒരു ശക്തിയിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക, ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കും, നടന്നിരിക്കും. ഉറച്ച ആഗ്രഹവും അതിനു വേണ്ടിയുള്ള പ്രയത്നവും വിശ്വാസവും എല്ലാം കൂടെ ചേരുമ്പോൾ പ്രപഞ്ച സൃഷ്ടി നിങ്ങളുടെ ഉള്ളം കയ്യിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് കുറച്ച് കൂടുതലായിട്ട് വന്ന് നിങ്ങളുടെ കയ്യിൽ വെച്ച് തരും. പിന്നെ നിങ്ങൾക്ക് സംശയം തോന്നാം, ജീവിതത്തിൽ വലിയ നിലയിലെത്തിയ എല്ലാവരും ഈ ലോ ഓഫ് അട്രാക്ഷൻ അനുഭവിച്ചറിഞ്ഞവരാണോ, അല്ലെങ്കിൽ അവർ അതിൽ കൂടെ മുന്നോട്ട് പോയവരാണോ, ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണോ അവർ ഈ നിലയിലെത്തിയെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം. സ്വാഭാവികമാണ് ഈ ഒരു സംശയം. പക്ഷെ അതിനുള്ള ഉത്തരം എന്താന്ന് വെച്ചാൽ, ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരെല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അവരിലും നമ്മളിലും ഒരേപോലെ വർക്കാവുന്ന ഒന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇതിനെപ്പറ്റി അറിയാണ്ടായിരിക്കാം അവര് ജീവിതത്തിൽ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും അതിനുവേണ്ടി പ്രയത്നിച്ച് അവരത് നേടിയെടുത്തതും. ഈ വിജയിച്ച ആൾക്കാരിലും വിജയിക്കാത്ത ആൾക്കാരിലും ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ഒരേപോലെ വർക്കാവുന്ന ഒന്നാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ. അത് ഒരു എനർജിയാണ്. ഈ വിജയിച്ച ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമേ തന്നെ അവർക്കൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ആശയം കടന്നു വരികയാണ്. എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, കുറെ ചിന്തകൾ അവർക്ക് ആദ്യം വരും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ആദ്യ പടി എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് നേടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനെ ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന ചെയ്യുന്നു. ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവുന്നത് രണ്ട് ശക്തികൾ ചേർന്നിട്ടാണ്. ഒന്ന് പ്രപഞ്ചശക്തി, രണ്ട് മനുഷ്യന്റെ ചിന്താശക്തി. സമയമാവുമ്പോൾ ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് ലോ ഓഫ് അട്രാക്ഷൻ. പോസിറ്റീവായിട്ടുള്ള മനസ്സാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവാനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യം. നെഗറ്റീവായിട്ടുള്ള ഒരു മൈൻഡിൽ നല്ല ആശയങ്ങളും നല്ല ചിന്തകളൊന്നും വരില്ലല്ലോ. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡിൽ മാത്രമാണ് പെട്ടെന്ന് ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവുള്ളൂ. എത്ര ലോ ഓഫ് അട്രാക്ഷനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞാലും നിങ്ങളൊന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ജീവിതത്തിലും നല്ല രീതിയിൽ വർക്കായിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. കാരണം ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇത് ലോ ഓഫ് അട്രാക്ഷൻ കാരണമാണ് വർക്കായതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചെറുപ്പം തൊട്ടേ നല്ല രീതിയിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്കായിട്ടുണ്ടാവും. പക്ഷേ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. ഇത്രയൊക്കെയാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഇത് വലിയ കാര്യം, ഇത് നമ്മൾ ഇത്ര വലിയ രീതിയിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമല്ല. ഡെയിലി ലൈഫിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അതിനെ നമ്മളൊരു പേരിട്ട് വിളിക്കുന്നു, ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ പല വീഡിയോസിലും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞല്ലോ.
പക്ഷേ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്, ഇന്ന് കുട്ടികളുള്ളതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് യൂണിവേഴ്സ്, താങ്ക്സ് ഓൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ടാറ്റ.